ഉപദേശം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മളെ ഈ സമുദായത്തിനുള്ള തകരാറ്. നമ്മുടെ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും അധികം തമ്മാത്തരം ചെയ്യുന്നത് നമ്മളെ കുട്ടികളാണ്. എന്താ കാരണം? ഇവനിൽ ഈ ഇൽമ് ഫലിക്കണില്ല. കാരണം പറഞ്ഞു കൊടുക്കണവൻ അതിന് അർഹത ഉള്ളവനല്ല. ഈ ഇൽമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനിലില്ല. കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ ഹറാമ് കയർന്നുപോയി. ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ചു നോക്കിയാലും അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാൻ മതി എന്നാണല്ലോ. എങ്ങനെയും തിന്നാൻ മതി എന്നാ, വയറ് അറിഞ്ഞാൽ മതി എന്നുള്ളത്. അത് ഹലാലാണോ ഹറാമാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും നിലക്കുള്ള പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി. അതിന്റെ ഹലാൽ ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല. അപ്പോൾ ആ നിലക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ, അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ കയറി വരില്ല, ഇൽമും വരില്ല. അപ്പൊ അവന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് ഉൾക്കൊള്ളാൻ അവന് കഴിയൂല. നേരെ മറിച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞു കൊടുക്കാൻ അർഹതയില്ലാത്തവരാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ഒരു ആലിമിന്റെ വയറ് കേൾക്കാൻ വേണ്ടി ചിരിച്ചു വന്നാലും പോകുമ്പോൾ കരഞ്ഞാണ് നീക്കാൻ പോവുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കരഞ്ഞു വന്നാലും ഉസ്താദിന്റെ വയറ് കേട്ടാൽ ചിരിച്ചു പോകും. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, വിജയിക്കാൻ നമ്മളോടുള്ള ചെറുക്ക ഭഗവാൻ എന്നും ഒരു വയറ് കേൾക്കാൻ പോകുന്നുണ്ട് ഒരാളെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ വയറ് കേൾക്കാൻ പോയിട്ട് എന്തിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ച്. അവനോട് പറഞ്ഞു, ഒന്നും കിട്ടണില്ല. ആ സമയം വരുമ്പോൾ എനിക്കൊരു ആവേശം എന്തിനെന്ന് വെച്ച് ആ ശബ്ദവും ആ പാട്ടും ഒക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബീഡി വലിച്ചിനോനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിനോനൊക്കെ ഉണ്ടല്ലോ ഒരു ഹാബിറ്റ്, അവനത് ശീലിപ്പിച്ച സമയം വരുമ്പോൾ അവന് തോന്നും അപ്പം ഒന്ന് വലിച്ചാൽ തിരക്കടില്ല എന്നതുപോലുള്ള ഒരു ആസ്വദിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഉൾക്കൊണ്ടും കൊണ്ടിട്ട് അമൽ ചെയ്യാനുള്ളതായ ഒരു സന്മനസ്സുണ്ടാവണില്ല. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നോക്ക്, കുറെ കുട്ടികളെ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു. ഒക്കെ നമ്മളെ മുസ്ലിം പേരുള്ള പെൺകുട്ടികളല്ലേ. ഉപദേശം ഇല്ലാത്തതുകൊണ്ടാണത്? മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ പണ്ഡിതന്മാർ വയറ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ വായിക്കാതില്ലാത്തതുകൊണ്ടാണോ? ഒന്നുമല്ല. പ്രവർത്തനം ഇവിടെ നല്ലോണം നടക്കുന്നുണ്ട്. ദീനി പ്രവർത്തനം എന്നുള്ള പേരിൽ പലതും നടക്കുന്നുണ്ട്. ഇതൊക്കെ ദീനി പ്രവർത്തനമായും കൊണ്ട് ഇതിനെ എണ്ണപ്പെടാൻ പറ്റുമില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉപദേശങ്ങളെ കൊണ്ട് കാര്യം കിട്ടണില്ല. ഉപദേശം കൊണ്ട് കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപദേശിക്കുന്നവനിൽ ഇസ്തിഖാമത്തിന്റെ സ്വഭാവം വേണം. അൽ ഇസ്തിഖാമത്തു ദറജത്തുല്ല യുതീഖഹായില്ല അക്കാബിറുദ. അത് വലിയവർക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമാണത്. അള്ളാഹുവിന്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഇസ്തിഖാമത്ത്. കാരണം അവന്റെ ഓരോ അവയവങ്ങളും അള്ളാഹുവിനിക്ക് വൈപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഒരു തമ്മാടിത്തര ഒരു കൈ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഹറാമാവട്ടെ, കറാഹത്താവട്ടെ, ഖിലാഫുലൗലാവട്ടെ, എല്ലാം നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ്. അത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന്റെ കൈ ഇനി വൈപ്പെടാതിരിക്കുക. അവന്റെ കണ്ണുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കണ്ണതിക്ക് വൈപ്പെടാതിരിക്കുക. ഈ നിലക്കുള്ള വിശുദ്ധി ഉണ്ടായിത്തീരണം. അത് പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല. അതാണ് ഇസ്തഖീമു വലം തുതീഖു. ഇസ്തിഖാമത്ത് നിങ്ങൾ ഉണ്ടാക്കണം, പക്ഷെ വലം തുതീഖു നിങ്ങൾക്ക് അതിന് സാധ്യമല്ല. സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണ്ടെന്നല്ല, കഴിയണമായിരിക്കും ഉണ്ടാക്കണം. സാധ്യമല്ല ഇവനെ ഉണ്ടാക്കാൻ പറയോ? ഇസ്തഖീമു എന്ന് പറയാം, പിന്നെ വലം തുതീഖു എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? കഴിയണമായി ഇസ്തിഖാമത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം.